വിശ്വാസം ആരുടേതായാലും അതിൽ രാഷ്ട്രീയം കലർത്തരുത്. കലർത്തിയാൽ പണി പള്ളിപ്പുറത്ത് കിട്ടും. തൃശൂരിൽ മാതാവിന് വെച്ച സ്വർണ്ണ കിരീടം താഴെ വീണുടഞ്ഞു. പിന്നാലെ മകരജ്യോതിയും ചാനലിൽ വന്നില്ല. ഒന്നും നേരെ കണ്ടുമില്ല. കിരീടം വെച്ചവർക്ക് അതിൽ വിഷമമില്ലെങ്കിലും വിശ്വാസികൾക്ക് അത് സങ്കടത്തിന്റെ ദിനം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. എന്നാൽ ഈ കിരീടം മാതാവിന്റെ രൂപത്തിൽ വെച്ച ഉടൻ തന്നെ അത് നിലത്ത് വീണ് രണ്ടായി ഉടഞ്ഞു. ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായി വിമർശിക്കപ്പെടുകയും നിരവധി ട്രോളുകളും വരികയുണ്ടായി. സ്വന്തം നാട്ടിൽ പള്ളിയും പട്ടവും എല്ലാം ഉണ്ടായിട്ടും എന്തിനു തൃശ്ശൂരിൽ തന്നെ വന്ന് ഇങ്ങനെ ഒരു പ്രഹസനം കാണിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത്. കിരീടം മാതാവിന്റെ ശിരസിൽ വയ്ക്കാൻ പരിചയസമ്പന്നനായ വൈദികനെ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അനുഭവസ്ഥരായ വിശ്വാസികൾ പറയുന്നു. രാഷ്ട്രീയ സ്റ്റണ്ടിനു വേണ്ടി സൂപ്പർ സ്റ്റാർ നേരിട്ട് കിരീടം വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണിത് വിനയായത്. എന്നാൽ അയാൾ ചെയ്തത് നല്ല പ്രവൃത്തിയല്ലേ എന്നും അതിൽ എന്താണ് തെറ്റു പറയാനുള്ളതെന്നും ചില നന്മമരങ്ങളായ പുത്രന്മാർ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഫേസ്ബുക്കിൽ വന്ന ചില കമന്റുകൾ നമുക്കൊന്ന് വായിക്കാം. ഒന്നുകൂടി തിങ്കളാഴ്ച ഇതേ ദിവസം സംഭവിച്ചു കേട്ടോ. എല്ലാ ചാനലുകൾക്കും ശബരിമല പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ ദൃശ്യങ്ങൾ തത്സമയം ലഭിച്ചപ്പോൾ അയ്യപ്പന്റെ സ്വന്തം ജനൻ ടിവിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അത് ആൽമരമാണേ, ജ്യോതിയല്ലേ. വരുന്ന കുംഭത്തിലെ ജ്യോതിയെങ്കിലും കൃത്യമായി എടുക്കണേ. ഇതേ കൈവിട്ടു പോയി, ഇനി അയോധ്യയിലെ പ്രതിഷ്ഠയെങ്കിലും കൃത്യമായി ചെയ്യണേ എന്നൊക്കെ ആയിരുന്നു ലൈവിനടിയിലെ കമന്റുകൾ. അയ്യപ്പനും വാവരും മാത്രമല്ല മാതാവുമുണ്ട് മിത്രങ്ങളെ. കർണാടക മുതൽ അങ്ങോട്ട് പള്ളി പൊളിക്കാനും ക്രിസ്ത്യാനികളെ തല്ലാനും കൊല്ലാനും നടന്നിട്ട് ചാണകങ്ങളുടെ ഒരു നാടകം. മാതാവ് ഓൺ സ്പോട്ടിൽ പ്രതികരിച്ചു. എന്തൊക്കെ വിഡ്ഢിവേഷം കെട്ടിയാലും തൃശൂർ നീ എടുക്കില്ല ഗോപി, കിട്ടില്ല. ലൂർദ് മാതാവിന് അറിയാം ഗോപിയുടെ ലക്ഷ്യം സത്യത്തിന് ചേരുന്നതല്ലെന്ന്. തലയിൽ വെച്ച് ഉടൻ തന്നെ കിരീടം താഴെ വീണുപോയി. അയ്യപ്പൻ മാത്രമല്ല മാതാവുമുണ്ടെന്ന് തെളിഞ്ഞു. മാതാവ് എങ്ങനെയാ സഹിക്കുക? എല്ലാ വിശ്വാസികളെ കൊണ്ടും എനിക്ക് വോട്ട് ചെയ്യിപ്പിക്കണം എന്നല്ലേ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക? അടുത്ത ജന്മം ആഭരണമിട്ട് നടക്കാൻ പെണ്ണായി ജനിക്കാനും പൂജ നടത്താൻ ബ്രാഹ്മണനായി ജനിക്കാനും പ്രാർത്ഥിക്കുന്നവനെ ജയിപ്പിച്ചാൽ നാടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മാതാവ് വിചാരിച്ചു കാണും. അതാ കിരീടം തെറിപ്പിച്ചു കളഞ്ഞത്. ഇലക്ഷന് മുന്നോടിയായുള്ള പ്രകടനമാണ് ഇവയെന്നും ആയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുമാണ് ഒരു വിഭാഗം ട്രോളുകൾ. മണിപ്പൂർ വിഷയത്തിലെ നിലപാടിന് കിട്ടിയ പ്രതിഫലനമാണെന്നും BJP നേതാക്കളുടെ കാപട്യമാണ് വീണ് തകർന്നതെന്നും ഉൾപ്പെടെയുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. എന്നാൽ ശരിക്കുമുള്ള പൂരം കാണണമെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്കിയാൽ മതിയാകും. കഴിഞ്ഞ ദിവസം പകൽ സമയത്താണ് സുരേഷ് ഗോപി, ഭാര്യ രാധിക, മകൾ ഭാഗ്യ എന്നിവർ പള്ളിയിലെത്തി കിരീടം സമർപ്പിച്ചത്. മാതാവിന്റെ രൂപത്തിൽ കിരീടം വെച്ച് പ്രാർത്ഥിക്കുന്നതിനിടെ നിമിഷങ്ങൾക്കകം കിരീടം താഴെ വീഴുകയായിരുന്നു. നിലത്ത് വീണ കിരീടം രണ്ടായി പിളർന്നു. ഇതോടെ സുരേഷ് ഗോപി പള്ളിയിലെ പിൻബെഞ്ചിൽ വിഷമിച്ചു പോയിരിക്കുകയായിരുന്നു. 17-ന് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായാണ് പള്ളിയിലെത്തി കിരീടം നൽകിയത്. മുൻപ് പള്ളി സന്ദർശിക്കുന്നതിനിടെ മാതാവ് കിരീടം നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ചടങ്ങിൽ വൻ ജനക്കൂട്ടം ഉണ്ടാകുമെന്ന് കരുതി BJP പ്രവർത്തകരടക്കം പള്ളിയിലെത്തിയിരുന്നു. എന്നാൽ പുരോഹിതനും കൈക്കാരനും അടക്കം വളരെ കുറച്ച് ജനങ്ങൾ മാത്രമാണ് ചടങ്ങിനുണ്ടായിരുന്നത്. ജില്ലയിലെ BJPയുടെ സംസ്ഥാന നേതാക്കൾ ഒന്നും തന്നെ ചടങ്ങിനെത്തിയില്ല. ഇത് കണ്ടപ്പോൾ തന്നെ സുരേഷ് ഗോപി രോഷാകുലനാവുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഉള്ളിസുര ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾ പോലും പങ്കെടുത്തില്ല. ഇതിൽ ചെറിയ നാണക്കേടും ഗോപിച്ചേട്ടൻ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പെട്ടെന്നൊക്കെ സാധിച്ചെന്ന് വന്നേക്കാം. എന്നാൽ സാക്ഷാൽ ദൈവം തമ്പുരാന്റെ മുന്നിൽ യാതൊരുവിധ വിളച്ചിലും നടക്കില്ല എന്ന് ഇപ്പോൾ ഗോപിച്ചേട്ടന് മനസ്സിലായില്ലേ? പണ്ടൊക്കെ ചെയ്യുന്ന പ്രവർത്തിക്ക് പിന്നെ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉടനടി എല്ലാം കിട്ടും, ഒന്നും മാറ്റിവെക്കില്ല. അതെന്തായാലും സുരേഷ് ഗോപിക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കാം, അല്ലേ? കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.